ഡോക്ടർ മോഹൻ വർഗീസ്, എങ്ങനെ കാണുന്നു ട്രംപിൻ്റെ വാക്കുകൾ? തികഞ്ഞ ആത്മവിശ്വാസം, നിശ്ചയദാർഢ്യം, അജണ്ടകൾ വ്യക്തമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള തുടക്കം. വ്യക്തമായ നിലപാടുകളുള്ള ഒരു നേതാവായി ട്രംപിനെ ലോകം കാണുന്നുണ്ട്. അത് ശരിയാണ് താനും. പറഞ്ഞ വാക്കിനെപ്പോഴും വില കൊടുക്കുന്ന, പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്ന, അങ്ങനെ ഒരു ട്രാക്ക് റെക്കോർഡുള്ള ഒരാളെന്ന നിലയിൽ തീർച്ചയായും ട്രംപിൻ്റെ ഇപ്പോൾ നമ്മൾ കേട്ട വാക്കുകൾ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡീപ്പോർട്ടേഷനാണ് ഞാൻ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ ഐസൻഹോവറുടെ കാലത്ത് അമേരിക്ക കുടിയൊഴിപ്പിച്ച് വിട്ട, പടിയിറക്കി വിട്ടതിനേക്കാൾ കൂടുതൽ ആളുകൾ എൻ്റെ കാലത്ത് ഇനി 4 വർഷം പടിയിറങ്ങി പോകും എന്ന ഒരു ഉഗ്രമായ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് വരാനിരിക്കുന്ന പൂരത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ടാണ് കഴിഞ്ഞ ദിവസത്തെ വിക്ടറി സ്പീച്ചിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇനിയിപ്പോൾ എല്ലാ കണ്ണുകളും ഉദ്ഘാടനത്തിന് ശേഷം ട്രംപ് ഇനോഗ്രേഷന് ശേഷം ഇന്ത്യൻ സമയം രാത്രി 10:30 മണിക്ക് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ്, അതിനുശേഷം നടക്കുന്ന സൈനിങ്, അതിനുശേഷമാണ് ലോകത്തെ തന്നെ അവിടെ കൂടിയിരിക്കുന്ന ആളുകളെ 600ഓളം പേരാണ് ആ റോട്ടുണ്ടയുടെ അടിയിൽ, ക്യാപിറ്റോൾ ഹിൽ മന്ദിരത്തിൻ്റെ അടിയിൽ, ആ ഒരു റൗണ്ട് സ്ട്രക്ചറിൻ്റെ അടിയിലെ ഭാഗത്താണ് കൂടിയിരിക്കുന്നത്. അവിടെ വെച്ച് നടക്കുന്ന സംസാരം ലോകമാസകലമുള്ള കോടിക്കണക്കിന് ആളുകൾ കാതോർക്കുന്ന സംസാരത്തിൽ കുറച്ചുകൂടി സൂചനകൾ ലഭിക്കും. താൻ ഇതുവരെ പറഞ്ഞതിൽ നിന്നും എന്തെങ്കിലും മാറ്റമുണ്ടോ? അങ്ങനെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല. അതിർത്തി തന്നെയാണ് വിഷയം, സുരക്ഷ തന്നെയാണ് വിഷയം. ആവർത്തിച്ച് ട്രംപ് പറയുന്നു, അതിർത്തി അമേരിക്കയ്ക്ക് മെക്സിക്കോയുമായും കാനഡയുമായുള്ള അതിർത്തി സുരക്ഷിതമാക്കും. ഇത് രണ്ടും കടന്ന് നുഴഞ്ഞു കയറ്റക്കാരായി വരുന്നവരെ കർശനമായി കൈകാര്യം ചെയ്യും. രേഖകളില്ലാതെ നുഴഞ്ഞു കയറി വരുന്നവരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുറത്താക്കും. ഒരു ചെറിയ വിഭാഗം ഇന്ത്യക്കാരുമുണ്ട്, അത് ഇന്ത്യക്ക് ഒരു ചെറിയ ആശങ്കയുമുണ്ട്. പക്ഷേ 45 ലക്ഷം ഇന്ത്യൻ വംശജർ അല്ലെങ്കിൽ ഇന്ത്യക്കാർ അവിടെയുണ്ട്. അവരെല്ലാം അമേരിക്കൻ പൗരന്മാരായ ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കാര്യമായ ആശങ്കകൾ ഉണ്ടാവില്ല. കാരണം മിക്കവരും ശരിയായ യാത്രാ രേഖകളുമായി അമേരിക്കയിൽ എത്തിപ്പെട്ടവരാണ്. അവർക്ക് പേടിക്കാനൊന്നും തന്നെയില്ല. ഇവിടെ ട്രംപിൻ്റെ ഇന്നത്തെ ഒരു ദിവസം, ഈ ഒരു സുപ്രധാനമായ നിമിഷത്തിൽ കാതോർക്കുന്നത് 200ഓളം രേഖകളിൽ ട്രംപ് ഉടനടി ഒപ്പുവെക്കുമെന്നാണ്. കഴിഞ്ഞ ദിവസം 100 എന്നാണ് കേട്ടത്. ഇപ്പോൾ പറയുന്നു 200ഓളം പ്രഖ്യാപനങ്ങൾ, ചെറുതും വലുതുമായ പ്രഖ്യാപനങ്ങളിൽ ഒപ്പുവെച്ചുകൊണ്ട് തന്നെ നയം വ്യക്തമാക്കുകയാണ്. ഉടനടി പ്രവർത്തിക്കുന്ന ഒരു പ്രസിഡന്റ്, എല്ലാം നീട്ടിവെക്കുന്ന ഒരാളെന്നുള്ള നിലയിലല്ല, എല്ലാം മൈൽഡായി കൈകാര്യം ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിലല്ല, വെയിറ്റിംഗ് ഗെയിം ഫോളോ ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിലല്ല, മറിച്ച് പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാനുള്ള നിശ്ചയദാർഢ്യം കാട്ടുന്ന ട്രംപിനെയാണ് ഇനോഗ്രൽ സ്പീച്ചിൽ ഒരുപക്ഷെ കാണാൻ സാധിക്കുന്നത്. ഇന്നലത്തെ സ്പീച്ചിൻ്റെ ഒരു തുടർച്ച തന്നെയായിരിക്കും ഇന്നത്തെ സ്പീച്ച് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ ലോകത്തോടായി അദ്ദേഹം നടത്തുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലോക നേതാക്കളുടെ, പ്രത്യേകിച്ച് ലോകത്തെ സമുന്നതരായ തലയെടുപ്പുള്ള ലോക നേതാക്കളുടെ സാന്നിധ്യത്തിൽ തൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കണമെന്ന ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചു. അതനുസരിച്ചുള്ള നീക്കങ്ങളാണ്. അങ്ങനെയാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനും അതുപോലെ ലോകത്തെ മിക്ക നേതാക്കൾക്കും ക്ഷണം പോയി. പലപ്പോഴും അങ്ങനെ ഉണ്ടാകാറില്ല. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനമേൽക്കുന്ന ചടങ്ങിൽ സാധാരണഗതിയിൽ അവിടുത്തെ എംബസി ഉദ്യോഗസ്ഥന്മാരോ ഇതര രാജ്യങ്ങളുടെ എംബസികൾ നിയോഗിക്കുന്ന ആളുകളാണ് സാധാരണ പങ്കെടുക്കുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്രാവശ്യം VVIPകളുടെ ഒരു വലിയ നിര തന്നെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയാണ് തെളിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കണ്ണുകളും ആ ചടങ്ങിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്.